കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ ഇറ്റ്സ് മീ ഷമീർ അലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു യാത്രയിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഭക്ഷണം. അപ്പോൾ നമ്മൾ എവിടേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എവിടെയാണ് നല്ല ഭക്ഷണങ്ങൾ കിട്ടുക എന്നുള്ളത് നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അലൈനിലുള്ള ഒരു നല്ലൊരു ഹോട്ടലിനെ കുറിച്ചാണ്. അലൈനിൽ ഒരുപാട് നല്ല ഹോട്ടലുകളുണ്ട്, പക്ഷേ ഞങ്ങൾ പലപ്പോഴും പോകുന്ന ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളും അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളും അങ്ങനത്തെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങോട്ട് ബസ്സിലാണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അലൈനിലെ പാലസ് മ്യൂസിയത്തിൻ്റെ അടുത്ത് ബസ് ഇറങ്ങുക. എന്നിട്ട് പാലസ് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോഡുണ്ട്. ആ റോഡിലൂടെ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടി ജംഗ്ഷൻ കിട്ടും. ആ ടി ജംഗ്ഷനിൽ റൈറ്റിലേക്ക് നടക്കുക. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മട്ടനായാലും ചിക്കനായാലും സൂപ്പറാണ്. റൈസ് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ആ റൈസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ചിക്കനായാലും മട്ടനായാലും. അലി ഹുസൈൻ ഇവിടുത്തെ നമ്മുടെ ആളാണ്. പിന്നെ കാസർഗോഡാണ് ആള്, മലയാളിയാണ്, കാസർഗോഡാണ് സ്വദേശം. അപ്പോൾ ആൾ നമ്മളോട് എല്ലാ ഐറ്റംസുകളും പറയും. നമ്മളോട് എപ്പോഴും വരുമ്പോഴും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ ഹുസൈനാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? സ്പെഷ്യലായിട്ട് ഇവിടെ അറബി ഫുഡാണ്. പിന്നെ സ്പെഷ്യലായിട്ട് വന്നുകൊണ്ട് മട്ടൻ മന്തി, പിന്നെ മട്ടൻ മദ്ഫൂന്, പിന്നെ ചിക്കൻ ഗ്രില്ല്, പിന്നെ ചിക്കൻ മദ്ഫൂന്, ചിക്കൻ സുർബിയാനുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്പെഷ്യൽ ഐറ്റം. പിന്നെ ഫിഷിൽ സുപ്രീം എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ സലമോൺ, അതും ഗ്രില്ലാണ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ഐറ്റംസ് എന്താണ് ഈ ഹോട്ടലിൽ? മന്തി തന്നെ? മന്തി ചിക്കനാണ്. മന്തി ചിക്കൻ ഏറ്റവും കൂടുതൽ. പിന്നെ ചിക്കൻ ഗ്രില്ല്, അത് നല്ല മുഴുവൻ സാധനമാണ്. അതെങ്കിൽ ഫുള്ള് ചിക്കൻ ഗ്രില്ല്. ഒരു പീസ് എടുത്താൽ 2 പേർക്ക് മതിയാവും. ഒരു വലിയ പ്ലേറ്റിൽ 2 ചോറും ഒരു ഗ്രില്ലും എടുക്കും. സാധാരണ മലയാളികൾ വന്നിട്ട് ബെറ്ററാണ്, ഏകദേശം മതിയാവും. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. നല്ല ഫുഡും ഉണ്ടാവും, നമ്മളും ഇടക്കിടക്ക് കോസ്റ്റ് ആയിരിക്കും. സ്വീറ്റ്സ് ഐറ്റംസുകൾ? സ്വീറ്റ്സ് ഇവിടെ ഫ്രഷ് ഉണ്ടാക്കുന്നതാണ്. ഒന്ന് കുനാഫയാണ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രീം, ജപ്പൻ. അത് ജപ്പൻ ഇവിടെ ഉണ്ടാക്കലില്ല, ഇഷ്ടമാണ് ക്രീമായിട്ടുണ്ടാവും ഉണ്ടാക്കില്ല. പിന്നെ കുനാഫ ഉണ്ട്. കുനാഫ ഫത്ത മിക്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ തമറ്, ഈത്തപ്പഴം, പിന്നെ ബനാന മിക്സ് ആയിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ക്രീം കൂട്ടിയിട്ട് തേനും ഒഴിക്കും. നല്ല സ്വീറ്റ്സാണ്. 20 മിനിറ്റ് സമയം എടുക്കും. ആരാണ് ഈ കൂടുതൽ ആ സാധനത്തിന് കൂടുതൽ കസ്റ്റമർ? മലയാളികൾ തന്നെ. ഭയങ്കര സത്യം പറഞ്ഞാൽ കഴിച്ചു നോക്കിയിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കണം.
എന്തായാലും അലയിലേക്ക് വരുന്ന ആളുകൾ ഈ ഒരു അൽയഹാറിലുള്ള ഈ ഒരു ഹോട്ടലിലേക്ക്, അതായത് ജാഹലി പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മുകളിൽ അപ്സ്റ്റെയറിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഈ നമ്മുടെ മിസ്റ്റർ ഹുസൈനെ മീറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ട്രീറ്റും കാര്യങ്ങളും തരും. അപ്പം എല്ലാവരും അലയിൽ വരുന്ന നമുക്ക് ഞങ്ങൾ ഇത്രയും കാലത്തോളം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ഈ അലയിലുള്ള ഈ സ്ഥലം. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പോകണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.